എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ സ്ക്വയർ ഐഡന്റിറ്റീസ്. സ്ക്വയർ ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വർഗ സമവാക്യങ്ങൾ അല്ലെ. അപ്പോൾ ഈ പാഠത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ടൊരു പാഠമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രധാന ഇക്വേഷൻസ് ആണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻസ് കാരണം ഇനി അടുത്ത കൊല്ലം നമുക്ക് 9 ആവശ്യം വരും, 10 ആവശ്യം വരും, അങ്ങനെ എപ്പോഴും ആവശ്യം വരുന്ന രണ്ട് പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പം അങ്ങനെ പറയുമ്പോൾ പേടിക്കൊന്നും വേണ്ട, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇത് പഠിക്കാം. നമുക്കറിയാം, നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചു അല്ലേ, ഒരു സംഖ്യയുടെ സ്ക്വയർ നമ്മൾ കാണാൻ പഠിച്ചു അല്ലേ. നമ്മൾ വളരെ ഈസി ആയിട്ട് പഠിച്ചു അല്ലേ. അത് നമ്മളൊരു പ്രത്യേക രീതി, ഒരു പ്രത്യേക മെത്തേഡിലായിരുന്നു നമ്മൊരു സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ. അത് ഇപ്പോൾ നമ്മളൊരു ഡെസിമൽ നമ്പർ ആയാലും, അതായത് ദശാംശ സംഖ്യ ആയാലും അതിന്റെ വർഗ്ഗം നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ടാണ്, അതിൽ നിന്നാണ് നമ്മുടെ ഈ ഇക്വേഷൻ വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഒരു സംഖ്യ എങ്ങനെയാണ് നമ്മൾ സ്ക്വയർ കണ്ടുപിടിച്ചത്. ഉദാഹരണത്തിന് ഇപ്പൊ 36 ഒരു നമ്പർ ഞാൻ 36 ഇതിന്റെ സ്ക്വയർ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്? 36ന് നമ്മൾ 30 + 6 എന്നാക്കി വയ്ക്കുക അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ ഇങ്ങനെയാണ് ചെയ്തത്. 36നെ 30യും 6ഉം ആയിട്ട് നമ്മൾ മാറ്റി അല്ലേ. ഓക്കെ, പിന്നെ എന്ത് ചെയ്തു നമ്മൾ? അപ്പൊ നമുക്ക് 36ന്റെ സ്ക്വയർ കിട്ടാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ആദ്യം 30യുടെ സ്ക്വയർ കണ്ടു അല്ലേ. അപ്പൊ 30 സ്ക്വയർ ഓർമ്മയില്ല എല്ലാവർക്കും? 30 സ്ക്വയർ പ്ലസ് പിന്നെ എന്ത് ചെയ്തു? ഈ 30 × 6 അല്ലെ, ഇത് തമ്മിൽ ഗുണിച്ചു. 30 × 6 പിന്നെ എന്ത് ചെയ്തു? ഒരു 2 കൊണ്ട് ഗുണിച്ചു അല്ലെ, 2 കൊണ്ട് ഗുണിച്ചു. പിന്നെ നമ്മൾ എന്ത് കാട്ടി? പ്ലസ് ഇതിന്റെ സ്ക്വയർ കണ്ടു അല്ലെ, 6 സ്ക്വയർ. ഇങ്ങനെയാണ് നാം കണ്ടുപിടിച്ചത്. അതായത് ആദ്യം ഇതിന്റെ സ്ക്വയർ, ഏറ്റവും അവസാനം ഇതിന്റെ സ്ക്വയർ അല്ലെ. പിന്നെ നടുവിൽ എന്താണ് വരുന്നത്? നടുവിൽ വരുന്നത് 30 × 6 × ഒരു 2 അല്ലെ. 2 കൊണ്ട് നമ്മളൊന്ന് ഗുണിച്ചു. ഇതാണ് നമ്മൾ ഈ രൂപത്തിലാണ് നമ്മൾ എല്ലാ സംഖ്യകളുടെയും എന്ത് കണ്ടുപിടിച്ചത്? സ്ക്വയർ കണ്ടുപിടിച്ചത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയേ, 30യുടെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ 9. അപ്പൊ ഒരു 0 ആണെങ്കിൽ 2 0 ഇടണം അല്ലെ. അതൊക്കെ നമ്മൾ അന്ന് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പൊ ഒരു 0 ആണെങ്കിൽ 2 0. അപ്പൊ നമുക്ക് 900 കിട്ടി അല്ലെ. പ്ലസ് 30 × 6 × 2 അല്ലെ. അപ്പൊ നമുക്ക് പലതരത്തിൽ ഇതിനെ ഗുണിക്കാം. ആദ്യം ഇത് തമ്മിൽ ഗുണിച്ച് ഇതുകൊണ്ട് ഗുണിക്കുക. അപ്പൊ എങ്ങനെ വേണം ചെയ്യാം? ഇപ്പൊ 6 × 2 12 അല്ലെ. 6 × 2 12, 12 നമുക്ക് 30 കൊണ്ട് ഗുണിക്കണം അല്ലെ. അപ്പൊ നമുക്ക് 3 കൊണ്ട് ഗുണിച്ചിട്ട് 0 ചേർത്ത് കൊടുത്താൽ മതി അല്ലെ. ആ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര വന്നു? 6 3. പിന്നെ ഈ 0 അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ 360 360 കിട്ടി. പ്ലസ് 6ന്റെ സ്ക്വയർ അല്ലെ, 36. അപ്പൊ ഇത് നമുക്ക് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 900 പ്ലസ് 360 പ്ലസ് 36 അല്ലെ. അപ്പൊ കൂട്ടുമ്പോൾ 6 9 9 3 12 അല്ലെ. അപ്പൊ നമുക്ക് ഇത് കിട്ടി, 1296 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഇതൊരു ഡെസിമൽ നമ്പർ ആണെങ്കിലോ, ഒരു ദശാംശ സംഖ്യ ആണെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് ഒരു ഡെസിമൽ നമ്പർ എടുക്കാം. അപ്പോൾ 3.7ന്റെ സ്ക്വയർ നമുക്ക് കാണണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 3.7 ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് തരും അല്ലെ. 3.7 നമ്മൾ 3 പിന്നെ 0.7 അല്ലെ. അപ്പൊ 0.7 ഇങ്ങനെ നമ്മൾ രണ്ടാക്കി തിരിച്ചില്ല. എന്നിട്ട് എന്തായിരിക്കും? അപ്പൊ നമുക്ക് 3.7 സ്ക്വയർ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ അല്ലെ. ആദ്യം ഇതിന്റെ 3യുടെ സ്ക്വയർ കാണണം. അപ്പൊ 3 സ്ക്വയർ പ്ലസ് എന്ത് ചെയ്തു? ഇത് ഇൻറ്റു ഇത് ഇൻറ്റു 2 അല്ലെ. അപ്പൊ 3 × 0.7 × 2. ഓക്കെ, അത് കഴിഞ്ഞു. പ്ലസ് പിന്നെ ഇതിന്റെ സ്ക്വയർ കാണണം, ഇതിന്റെ സ്ക്വയർ ആണ് അല്ലെ. അതായത് 0.7ന്റെ സ്ക്വയർ കാണണം. ഇതേ രൂപത്തിൽ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നോക്കിയേ, 3ന്റെ സ്ക്വയർ എത്രയാണ്? 9 പ്ലസ് 3 × 0.7 × 2 അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം 3 × 2 എത്രയാണ്? 6. 6നെ നമുക്ക് 0.7 കൊണ്ട് ഗുണിക്കാം. അപ്പൊ 6 × പോയിന്റ് തൽക്കാലം നമ്മൾ മാറ്റി വെച്ചു. അപ്പൊ 6 × 7 എത്രയാണ്? 42 അല്ലെ, 42. അപ്പൊ നമുക്ക് 42 കിട്ടി. ഇനി എന്താണ്? ഒരു പോയിന്റ്, ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെയും ഒരു സ്ഥാനം നീക്കി പോയിന്റ് കിട്ടും. അപ്പൊ നമുക്ക് 4.2 എന്ന് കിട്ടി. പ്ലസ് 0.7ന്റെ സ്ക്വയർ അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്ത പോലെ പോയിന്റ് തൽക്കാലം മാറ്റി നിർത്താം. പിന്നെ 7ന്റെ സ്ക്വയർ എത്രയാണ്? 7ന്റെ സ്ക്വയർ നമുക്കറിയാം 49 എന്നറിയാം അല്ലെ. ഇനി ഇവിടെ എത്ര ഉണ്ട്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പോയിന്റ് ആണെങ്കിൽ സ്ക്വയർ കാണുമ്പോൾ അതിന്റെ ഇരട്ടി പോയിന്റ് ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഓർമ്മയില്ലേ? അപ്പൊ ആദ്യത്തെ ക്ലാസ്സിൽ ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതുപോലെ ഇവിടെ ഒരു സ്ഥാനം നീക്കിയിട്ടാണെങ്കിൽ സ്ക്വയർ കാണുമ്പോൾ 2 സ്ഥാനം നീക്കി അതിന്റെ ഇരട്ടി നീക്കുമ്പോൾ പോയിന്റ് ഇടണം. അപ്പൊ ഇവിടെ എന്ത് വന്നു? ഇവിടെ 1 2. അപ്പൊ പോയിന്റ് ഇവിടെ വന്നു അല്ലെ. അപ്പൊ 0.49 ആയി. അപ്പൊ നമുക്കൊരു പണിയാം, ഒരു ഭംഗിയിൽ എഴുതാൻ വേണ്ടി ആദ്യം ഒരു 0 ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ 49 എഴുതി.
ഇനി ഇതൊന്ന് കൂട്ടി വയ്ക്കാൻ പോരെ. അപ്പൊ കൂട്ടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, അത് പോയിന്റുകൾ വരുമ്പോൾ നമുക്ക് കൂട്ടുമ്പോൾ ശ്രദ്ധിക്കണം. 9 പ്ലസ് 4.2 കണ്ട. അപ്പൊ പോയിന്റ് ഇപ്പുറത്താണ് വേണ്ടത് 0.2. ഇനിയോ 0. കണ്ട, പോയിന്റ് എപ്പോഴും നേർക്ക് വരണം. 0.49 ഇങ്ങനെ ഇട്ട് തന്നെ കൂട്ടണം, അല്ലെങ്കിൽ കൂട്ടണം നമ്മൾ തെറ്റിപ്പോകും. അപ്പൊ 9, 4, 2, 6 അല്ലെ. ഇനിയോ 9ഉം 4ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 13. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 13.69 കിട്ടി. ഈക്വൽ ടു 13.69. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി നമുക്ക് ഈ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് നല്ലൊരു ഓർഡറിൽ അങ്ങോട്ട് എഴുതി വെക്കാം. ഇപ്പൊ ചെയ്ത കാര്യങ്ങളുണ്ട്, വേറെ ഒന്നുമില്ല, പുതിയതായിട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇപ്പൊ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ ചെയ്തെന്നുള്ളത് നല്ല ഓർഡറിലൊന്ന് എഴുതി നോക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ അതെന്താണെന്നൊന്ന് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾക്ക് എന്താ, നമ്മൾ 36ന്റെ സ്ക്വയർ ചെയ്ത് നമുക്ക് കണ്ടിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ 36ന് എന്ത് ചെയ്തു? 36ന് നമ്മൾ 36 അങ്ങനെയായിട്ട് നമ്മൾ സ്പ്ലിറ്റ് എഴുതി അല്ലെ. അപ്പൊ അതിന് നമ്മൾ ആദ്യം ചെയ്തു. അതായത് ഇവിടെ ശ്രദ്ധിക്കാം. അപ്പൊ ഇത് നല്ല പറഞ്ഞ് ശ്രദ്ധിക്കണം, എന്നാലും നമുക്ക് മനസ്സിലാവില്ല. മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പൊ നോക്കിയാൽ നമുക്ക് 36. അപ്പൊ 36ന്റെ സ്ക്വയർ നമുക്ക് കാണണം. ഇതാണ് നമ്മൾ കണ്ടത് അല്ലെ. ഈ രീതിയിൽ നമ്മൾ കണ്ടു. ഇതൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് നോക്കിയാൽ 36ന് നമ്മൾ ആദ്യം സ്പ്ലിറ്റ് ആക്കി 30 + 6 എന്ന് എഴുതി അല്ലെ. അപ്പൊ 36ന് നമ്മൾ 30 + 6 എന്ന് എഴുതി. ശരിയല്ലേ? 36 എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്ക്വയർ അവിടെ നിൽക്കട്ടെ. 36 എന്ന് പറഞ്ഞാലും 30 + 6 എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെ. ഇനി നമുക്ക് 36ന്റെ സ്ക്വയർ കാണുമെങ്കിൽ നോക്കിയാൽ ഇതിന്റെ സ്ക്വയറാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 30 + 6ന്റെ സ്ക്വയർ ഉണ്ടാൽ മതിയാലോ. രണ്ട് സെയിം ആണ് അല്ലേ. അത് നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 30 + 6ന്റെ സ്ക്വയർ കാണിച്ചാലൊക്കെ സെയിം തന്നെ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഉത്തരം കിട്ടിയതെന്ന് നോക്കിയാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 30ന്റെ സ്ക്വയർ കണ്ടു. അതായത് ഇവിടുത്തെ ആദ്യം 30 ആണ് എടുക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ 30ന്റെ സ്ക്വയർ കണ്ടു. പ്ലസ് പിന്നെ എന്ത് ചെയ്തു? 30 × 6 × 2. അതായത് ഇത് 30 ഇത് ആദ്യത്തെ എടുക്കുന്നത്, ഇത് രണ്ടാമത് എടുക്കുന്നത് അല്ലെ. അപ്പൊ 30 × 6 ഇവ തമ്മിൽ ഗുണിച്ചു, പിന്നെ ഒരു 2 കൊണ്ടും ഗുണിച്ചു അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 6 × 2 ഇതാണ് അടുത്തത് നമ്മൾ ചെയ്തത് അല്ലെ. പ്ലസ് പിന്നെ എന്ത് ചെയ്തു? ഈ രണ്ടാമത് എടുക്കുന്നതിന്റെ സ്ക്വയർ കണ്ടു, 6 സ്ക്വയർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത് അല്ലെ. അതായത് ഇതിന്റെ സ്ക്വയർ കണ്ടു ഫസ്റ്റ്, അതിനുശേഷം ഇത് ഇൻറ്റു ഇത് ഇൻറ്റു 2 അല്ലെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഇതിന്റെ സ്ക്വയർ കണ്ടു, രണ്ടാമത് എടുക്കുന്നതിന്റെ സ്ക്വയർ കണ്ടു. അപ്പൊ നമുക്ക് ഇതേപോലത്തെ ഉത്തരം കിട്ടി 1296 അല്ലെ. ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഉത്തരം നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്തത് അല്ലെ. ഇവിടെയാണെങ്കിലോ ഇവിടെയും അതേപോലെ തന്നെ നാം 3.7 സ്ക്വയറിനെ നാം എന്ത് എഴുതി? 3.7നെ നാം എന്തെന്ന് എഴുതി? 3ഉം + 0.7 ഇങ്ങനെ എഴുതി അല്ലെ. അപ്പൊ ഇതിന്റെ സ്ക്വയർ കാണുന്നത് നാം എന്ത് ചെയ്തു? അതിന് പകരം 3 + 0.7ന്റെ സ്ക്വയർ കണ്ടു. രണ്ട് സെയിം അല്ലേ? സെയിം ആണ് അല്ലെ. ഇനി നാം എന്തൊക്കെ ചെയ്തു? ആദ്യം ഇതിന്റെ സ്ക്വയർ ഇവിടെ ചെയ്ത പോലെ തന്നെ ആദ്യം ഇതിന്റെ സ്ക്വയർ കണ്ടു 3 സ്ക്വയർ, പ്ലസ് ഇത് ഇൻറ്റു ഇത് ഇൻറ്റു 2 അല്ലെ. 3 × 0.7 × 2. പിന്നെ ഇതിന്റെ സ്ക്വയർ കണ്ടു, ഈ അവസാനം കിടക്കുന്നതിന്റെ സ്ക്വയർ ഉണ്ട് അല്ലെ. 0.7ന്റെ സ്ക്വയർ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നാം ഇവിടെയും ചെയ്തത്. അപ്പൊ ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ചെയ്തത് അല്ലെ. അപ്പൊ നമുക്ക് ഉത്തരം എത്ര കിട്ടി? ആൻസർ എത്ര കിട്ടി? അടുത്ത സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് 13.69 ആൻസർ കിട്ടി. അപ്പൊ നാം ഇവിടെ രണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ സെയിം തന്നെ. ഇനി നമുക്ക് നാം 7ാം ക്ലാസ്സിൽ കാര്യം പഠിച്ചിട്ടുണ്ടല്ലോ, ആൾജിബ്ര എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് ആൾജിബ്ര എന്ന് പറഞ്ഞാല്? നാം ഈ ക്രിയകൾ തമ്മിലുള്ള അവർ തമ്മിലുള്ള ഈ ബന്ധം നമ്മൾ ഈ സംഖ്യക്ക് പകരം എന്ത് ചെയ്യും? നമ്മൾ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതും അല്ലെ. ഇപ്പൊ എക്സ് എന്നോ വൈ എന്നൊക്കെ ഉപയോഗിച്ച് എഴുതും അല്ലെ. അതാണ് നമ്മൾ പറയാ ആൾജിബ്ര എന്ന് പറയാം. നമ്മൾ ഇപ്പൊ ചെയ്ത കാര്യം ഈ സംഖ്യകൾക്ക് പകരം അതായത് അക്ഷരങ്ങൾ വെച്ച് എഴുതുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു നോക്കിയാൽ. ഇപ്പൊ നമ്മൾ ചെയ്ത ഈ കാര്യം ഉണ്ടല്ലോ, ഇവിടെയും ഇത് ഒരേ സ്റ്റെപ്പുകളല്ല ചെയ്തത്. അത് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ഒരു സംഖ്യ 30 + 6 അല്ലെ. ഇവിടെ 3 + 0.7. അതിന് പകരം ഒരെണ്ണത്തിന് നമ്മൾ എക്സ് എന്ന് വിചാരിക്കുക, വേറൊരു സംഖ്യ വൈ ആണെന്ന് വിചാരിക്കുക. അപ്പൊ രണ്ട് അക്കങ്ങൾക്ക് പകരം രണ്ട് അക്ഷരങ്ങൾ നമ്മൾ കൊടുക്കുന്നു. ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പൊ നമുക്കിവിടെ ഇത് ഇപ്പൊ ആദ്യത്തെ 30ക്ക് പകരം നമ്മൾ എക്സ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ എഴുതാണ് എക്സ്, പ്ലസ് അടുത്ത വേറൊരു സംഖ്യയാണ് അല്ലെ, അതിന് ഞാൻ വൈ എന്ന് കൊടുത്തു. ഏത് സംഖ്യ വേണമെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ ഒരു സംഖ്യ എക്സും ഒരു സംഖ്യ വൈ. അപ്പൊ അതിന്റെ സ്ക്വയർ നമുക്ക് കാണണമെങ്കിൽ നമുക്ക് സ്ക്വയർ കാണണം. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം ഈ ഫസ്റ്റ് കെടുക്കുന്നതിന്റെ സ്ക്വയർ കൊണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വേണം? ഈ ഫസ്റ്റ് കെടുക്കുന്നതിന്റെ സ്ക്വയർ കാണണം, വേണ്ടേ? അപ്പൊ നമുക്ക് എക്സ് സ്ക്വയർ. ക്ലിയർ ആയല്ലോ? ഓക്കെ. പ്ലസ് പിന്നെ നാം എന്ത് ചെയ്തു? ഇത് ഇൻറ്റു ഇത് ഇൻറ്റു ഒരു 2
അല്ലേ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? ഇത് ഇൻറ്റു ഒരു 2 അല്ലേ? അപ്പൊ എക്സ് ഇൻറ്റു വൈ ഇൻറ്റു ഒരു 2. ക്ലിയർ ആയി? പിന്നെ എന്ത് ചെയ്തു? പ്ലസ് ഈ ലാസ്റ്റ് കിടക്കുന്നതിന്റെ സ്ക്വയർ. അപ്പൊ ഇവിടെ എന്താണ് ലാസ്റ്റ് എടുക്കുന്നത്? വൈ അല്ലേ? അപ്പൊ നമുക്ക് വൈയുടെ സ്ക്വയർ. അപ്പൊ ഇവിടെ എന്ത് വരും നോക്കിയാൽ? എക്സിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ തന്നെ, അത് വ്യത്യാസമില്ല. പ്ലസ് എക്സ് ഇൻറ്റു വൈ ഇൻറ്റു 2. അതായത് എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈ. 2 കൊണ്ട് ഗുണിച്ചാൽ 2xy അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ മൊത്തം ഗുണിക്കുമ്പോൾ 2xy എന്ന് കിട്ടി. പ്ലസ് പിന്നെ എന്താ കിടക്കുന്നത്? വൈ സ്ക്വയർ. കണ്ടാ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടി. ഇതാണ് നാം പഠിക്കാൻ പോകുന്ന ആദ്യത്തെ ഇക്വേഷൻ. വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ്. അപ്പൊ ഇവിടെ വേറെ ഒന്നുമില്ല. നമുക്ക് ഈ എക്സിന്, അതായത് ഇവിടെ കൊടുത്തതിന് പകരം എക്സും വൈയും കൊടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഏത് സംഖ്യയുടെയും കണ്ട സമ്മിന്റെ സ്ക്വയർ നമുക്ക് ഇത് ഉപയോഗിച്ച് കാണാൻ പറ്റും. ഇപ്പൊ 30 പ്ലസ് എക്സ് അല്ലെ? എക്സിന് പകരം 30 കൊടുക്കുക, ഇവിടെ 6 കൊടുക്കുക, അത് കാണാം. ഇനി ഇവിടെ 3 കൊടുത്തു, ഇവിടെ 0.7 കൊടുത്തു, അപ്പൊ അത് കാണാം. ഇനി വേറെ ഏത്, ഇപ്പൊ 10ഉം 15ഉം, അപ്പൊ 10 പ്ലസ് 15. അപ്പൊ ഇതേപോലെ നമുക്ക് എക്സിനും വൈക്കും ഒരേ വിലകൾ കൊടുത്തു കഴിഞ്ഞാൽ ഏത് സംഖ്യ ആയാലും നമുക്ക് അതിന്റെ സമ്മിന്റെ സ്ക്വയർ നമുക്ക് ഇതേ രൂപത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇനിയിപ്പോ ഈ എക്സും വൈയും ദശാംശ സംഖ്യ, അതായത് ഡെസിമൽ നമ്പർ ആയിക്കോട്ടെ, ഡെസിമൽ അല്ലാത്ത നമ്പർ ആയിക്കോട്ടെ, ഏത് നമ്പർ നമുക്ക് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സമ്മ് നമുക്ക് ഇതേ രൂപത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഇപ്പൊ 20 പ്ലസ് 10 ആണെന്ന് വിചാരിക്കും, അതിന്റെ സ്ക്വയർ കാണും. അപ്പൊ 20 പ്ലസ് 10ന്റെ സ്ക്വയർ ആണെങ്കിൽ ആദ്യം 20 സ്ക്വയർ, കണ്ട 20ന്റെ സ്ക്വയർ, പിന്നെ 20 ഇൻറ്റു 10 ഇൻറ്റു ഒരു 2 പ്ലസ് പിന്നെ ഇവിടെ 10 എടുക്കുന്നത്, അപ്പൊ 10ന്റെ സ്ക്വയർ. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ഇനി കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ്. അപ്പൊ ഇക്വേഷൻ ആരും മറക്കരുത്. ഇനി നമുക്ക് ഈ ഇക്വേഷൻ മാറ്റി എഴുതാം. അങ്ങനെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അങ്ങനെയാണുള്ളത്. അതായത് ഇപ്പൊ നോക്കിയേ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓർഡർ ഒന്ന് മാറ്റി. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആദ്യം എക്സ് സ്ക്വയർ പ്ലസ് പിന്നെ വൈ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ളത് വൈ സ്ക്വയർ പ്ലസ് 2xy. അപ്പൊ എങ്ങനെ എഴുതിയാലും ഒരു കുഴപ്പമില്ല, ഉത്തരത്തിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. ഇതെന്തായി? ഈ വൈ സ്ക്വയറിന് ഇവിടെ കിട്ടു, ഈ 2xy ഇപ്പുറത്ത് കിട്ടു അല്ലെ? വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. പേജ് നമ്പർ 40 കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതൊന്ന് ചെയ്ത് നോക്കുമ്പോൾ ഇത് അങ്ങനെയാണ് ചെയ്യാന്നുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 40 ആദ്യത്തെ ചോദ്യം. 15 സ്ക്വയർ ഇത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ നമ്മൾ ഇക്വേഷൻ പഠിച്ചു. ഇക്വേഷൻ എന്താണ്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് വൈ സ്ക്വയർ അല്ലെ? ഇതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞത് അതാണ്. ഒന്നുകിൽ ഇതേ രൂപത്തിൽ ചെയ്യാം. രണ്ടും സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഇവിടെ വൈ സ്ക്വയർ എക്സ് സ്ക്വയർ കഴിഞ്ഞിട്ട് വൈ സ്ക്വയർ എഴുതി, അതിനുശേഷം 2xy എഴുതി. ഇവിടെയാണെങ്കിലോ എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി. അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലും ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് കുറേ ഇക്വേഷൻ വരുമ്പോൾ ഈ രീതിയായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് ഞാൻ ഈ രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാം. മനസ്സിലായല്ലോ? രണ്ടും ഒന്ന് തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നുള്ളൂ. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനത്തെ ഒരു ചോദ്യം കിട്ടിയാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷൻ അങ്ങോട്ട് എഴുതി വെക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ എഴുതണം. ഇപ്പം ഞാൻ എല്ലാത്തിനും ഇതുപോലെ ഇക്വേഷൻ എഴുതില്ല. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ എഴുതിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഞാൻ ആദ്യത്തെ മാത്രം ഒന്ന് ഇക്വേഷൻ എഴുതി കാണിച്ചു തരാം. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ സീക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഞാൻ ഇത് ഉപയോഗിച്ചും ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതാണെങ്കിൽ ഇത് ഉപയോഗിച്ച് ചെയ്യാം. മനസ്സിലായല്ലോ? ഞാനൊരു കൺഫ്യൂഷൻ വേണ്ട. ഇനി സാർ എന്താ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കേണ്ട. രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ. ഇനി നമുക്ക് 15ന്റെ സ്ക്വയർ ആണ് കാണുന്നത് അല്ലേ? അപ്പോൾ 15ന് നമുക്ക് ഇങ്ങനെ എഴുതാം. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ചെയ്തിട്ടുണ്ട് അല്ലേ? 15 നമുക്ക് 10 പ്ലസ് 5 15 അല്ലേ? അപ്പോൾ നമുക്ക് 10 പ്ലസ് 5 എന്ന് എഴുതി. ഏതിനെ? 15നെ. ഇനി 15ന്റെ സ്ക്വയർ കാണണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 10 പ്ലസ് 5ന്റെ സ്ക്വയർ ഉണ്ടല്ലേ? 10 പ്ലസ് 5 തന്നെയാണ് 15. അപ്പൊ ഇത് ഈക്വൽ അല്ലേ? ഒരു വ്യത്യാസവും ഇല്ല. സീക്വൽ ടു ഇവിടെ നോക്കിയേ, 10 പ്ലസ് 5 ഹോൾ സ്ക്വയർ, ഇവിടെ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ. ഇവിടെ എന്താണ് കാട്ടിക്കുന്നത്? ഇവിടെ എക്സിന് പകരം 10 വന്നു, വൈക്ക് പകരം 5 വന്നു. ഇത്രയുള്ള വ്യത്യാസം. അപ്പൊ നമ്മുടെ ഇവിടെ എക്സ് കാണുന്നിടത്തൊക്കെ എന്ത് കൊടുക്കുക? 10 കൊടുക്കുക. വൈ കാണുന്നിടത്തൊക്കെ 5 കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പൊ എക്സിന് പകരം ഇവിടെ 10. അപ്പൊ ഇവിടെ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? 10 സ്ക്വയർ അല്ലേ? അപ്പൊ ഇവിടെ 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ. അപ്പൊ 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ അല്ലെ? അപ്പൊ നമ്മൾ ഒരു 2 ഇൻറ്റു എക്സിന് പകരം ഇവിടെ എടുക്കുന്നത് എന്താ? 10 അല്ലെ? അപ്പൊ 2 ഇൻറ്റു 10 ഇൻറ്റു വൈ. വൈയുടെ പകരം ഇവിടെ എടുക്കുന്നത് എന്താണ്? 5. കണ്ടാ? അപ്പൊ 2 ഇൻറ്റു 10 ഇൻറ്റു 5. അപ്പൊ ഇവര് തമ്മിൽ ഗുണിച്ചു, അതിനെ 2 കൊണ്ട് ഗുണിച്ചു. അപ്പൊ അവർ തമ്മിൽ ഗുണിച്ചു. പ്ലസ് ഇനി എന്താണ്? വൈ സ്ക്വയർ അല്ലെ? വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാ എടുക്കുന്നത്? 5. അപ്പൊ 5 സ്ക്വയർ.
കണ്ടോ? അപ്പോൾ ആദ്യത്തെ 1 2 ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ അങ്ങോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സിന് പകരം 10, വൈക്ക് പകരം 5. അപ്പോൾ ഇവിടെ 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ. അപ്പോൾ 2 ഇൻറ്റു 10 ഇൻറ്റു 5 പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഇവിടെ 5 5 സ്ക്വയർ. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമുക്ക് നോക്കിയേ, 10ന്റെ സ്ക്വയർ നമുക്കറിയാം അല്ലേ? എത്രയാണ്? 100. അപ്പോൾ 10ന്റെ സ്ക്വയർ എഴുതി പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 5. അപ്പോൾ 2 ഇൻറ്റു 5 എത്രയാണ്? 10. 10 ഇൻറ്റു 10 എത്രയാണ്? 100 അല്ലേ? 100 പ്ലസ് 5ന്റെ സ്ക്വയർ 25. എത്ര കിട്ടി നമുക്ക്? 100, 200, 225. 225. ക്ലിയർ ആയില്ലേ? ഇത്രയുള്ള കാര്യം. അപ്പൊ നമുക്ക് ഇതിന് ഏത് സംഖ്യ കൊടുത്താൽ ഇതേപോലെ ടപ്പടപ്പടയെന്ന് അതങ്ങോട്ട് ചെയ്യാം. ഇനി നോക്കിയേ, ഇതിനേക്കാൾ കുറച്ചും കൂടി സ്പീഡിൽ നമുക്ക് രണ്ടാമത് ചെയ്യാൻ പറ്റും അല്ലേ? ഒന്ന് ചെയ്ത് നോക്കിയേ. ഏതാണ്? 25 സ്ക്വയർ. 25 സ്ക്വയർ എങ്ങനെ ചെയ്യാം? ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ മറക്കരുത്, ഇക്വേഷൻ നിങ്ങൾ എഴുതണം. അതിനുശേഷം 25 എന്ത് ചെയ്യുന്നു? 20 പ്ലസ് 5. അപ്പൊ ഞാൻ ഇക്വേഷൻ എഴുതില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ഇക്വേഷൻ എഴുതാണ്ടിരിക്കരുത്. ഇക്വേഷൻ നിർബന്ധമായിട്ട് എഴുതണം. 20 പ്ലസ് 5 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ആദ്യം നോക്കിയേ, എക്സ് സ്ക്വയർ അല്ലേ? അപ്പൊ ആദ്യം ഇതിന്റെ സ്ക്വയർ 20 സ്ക്വയർ പ്ലസ് എന്ത് ചെയ്യും? 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ. ഇവിടെ എക്സ് വൈ അല്ലേ? 2 ഇൻറ്റു 20 ഇൻറ്റു 5 പ്ലസ് എന്ത് വരും? വൈ സ്ക്വയർ, അതായത് 5ന്റെ സ്ക്വയർ ഈക്വൽ ടു 20ന്റെ സ്ക്വയർ എങ്ങനെ കാണാം? ഇവിടെ 0 ആണെങ്കിൽ നമ്മൾ എന്ത് 0നെ മാറ്റി നിർത്തിട്ട് 2ന്റെ സ്ക്വയർ കാണാം. ഇവിടെ ഏതാണെന്ന് വെച്ചാൽ അതിന്റെ സ്ക്വയർ. അപ്പൊ 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. ഒരു 0 ആണെങ്കിൽ 2 0 ചേർക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പൊ 400. മനസ്സിലായില്ലേ? ഓക്കെ. പ്ലസ് 2 ഇൻറ്റു 20 ഇൻറ്റു 5. അപ്പൊ ഇതൊന്ന് ഗുണിച്ചു നോക്കാം, തെറ്റാതെ ഗുണിക്കാം. 2 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 10 ആണ് അല്ലെ? 10 10. 10നെ 20 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 20 ഇട്ടിട്ട് ഒരു 10ന്റെ ഒരു 0 കൂടി ചേർത്ത് കൊടുക്കുക അല്ലെ? അപ്പൊ 200 കിട്ടി. പ്ലസ് 5ന്റെ സ്ക്വയർ 25. അപ്പൊ നമുക്ക് എന്ത് കിട്ടി നോക്കിയാൽ എല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 400, 200ഉം 600, 600ഉം 25. അപ്പൊ 625. ഇനി നമ്മുടെ മൂന്നാമത്തെ എന്താണ്? 33യുടെ സ്ക്വയർ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഇക്വേഷൻ എഴുതണം, മറക്കരുത്. എക്സ് പ്ലസ് വൈ, ഒന്നിലേക്ക് ഇത് അല്ലെങ്കിൽ ഇത് അല്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പൊ 33 നമുക്ക് എഴുതാം 30 പ്ലസ് 3, 33 ഇത് ഹോൾ സ്ക്വയർ സീക്വൽ. ടപ്പ് ടപ്പ് ചെയ്യാം അല്ലെ? ആദ്യം ഇതിന്റെ സ്ക്വയർ, അതായത് 30 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 30 ഇൻറ്റു 3. അപ്പൊ 2 ഇൻറ്റു 2xy അല്ലെ? 2xy. അപ്പൊ 2 ഇൻറ്റു 30 ഇൻറ്റു 3. അപ്പൊ അത് കഴിഞ്ഞു. ഇനി എന്താ ഉള്ളത്? പ്ലസ് വൈ സ്ക്വയർ, ഇവിടെ 3 സ്ക്വയർ. അപ്പൊ എക്സും വൈക്കും വരെ അതങ്ങോട്ട് കൊടുക്കുക. അതിന്റെ സ്ഥാനത്തുള്ള സംഖ്യകൾ അങ്ങോട്ട് കൊടുക്കുക. വേറെ ഒരു കുഴപ്പമില്ല. 30ന്റെ സ്ക്വയർ കാണാൻ എന്താ എളുപ്പ പണി? ആദ്യം 3ന്റെ സ്ക്വയർ കാണാം 9. ഒരു 0 ആണ്, 2 0 2. അപ്പൊ അത് കഴിഞ്ഞു. പ്ലസ് 2 ഇൻറ്റു 30 ഇൻറ്റു 3 അല്ലെ? അപ്പൊ അത് ചെറുത് തമ്മിൽ ഗുണിക്കാം. 2 ഇൻറ്റു 3 എത്രയാണ്? 2 ഇൻറ്റു 3 6. 6 ഇൻറ്റു 30. അപ്പൊ 6നെ നമ്മൾ എന്ത് ചെയ്യുക? 3 കൊണ്ട് ഗുണിക്കുക. 6 ഇൻറ്റു 3 എത്രയാണ്? 18 അല്ലെ? 18 ആണ്. പിന്നെ ഇവിടെ 30 ആണ്, 0 ഇല്ലേ? അപ്പൊ 0 കൂടി ഇട്ട് കൊടുത്തു. പ്ലസ് 3ന്റെ സ്ക്വയർ 9. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 900 പ്ലസ് 180 പ്ലസ് 9. ഒന്ന് കൂട്ടി നോക്കിയേ. 9 8 0 1 അല്ലെ? അപ്പൊ 1089. അപ്പൊ നമുക്ക് ഏത് സംഖ്യ കിട്ടുകയാണെങ്കിലും ഇതേപോലെ ചെയ്യാം അല്ലെ? ഓക്കെ. അപ്പൊ നമുക്ക് ഈ നാലാമത്തെ ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ നാലാമത്തത് അല്ലെ? 5½ അല്ലെ? 5/1/2 ഹോൾ സ്ക്വയർ. അപ്പൊ ഇത് കാണുമ്പോൾ ചിലർക്ക് ഭയങ്കര പേടി. എന്താ ഇത്? ഫ്രാക്ഷൻ ആണ്. ആകെ പണിയെന്ന് വിചാരിക്കും. ഒരു പണിയില്ല. നമ്മൾ ഒന്നാമത് തന്നെ നമ്മുടെ മാത്സിനോട് ഒരു പേടിയും വേണ്ട. വളരെ സിമ്പിൾ ആണ് മാത്സ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് ഇങ്ങനെ ചെയ്ത് പോവാം. ഏത് സംഖ്യ വേണമെങ്കിലും ആക്കിയോട്ടെ, അത് നമ്മൾ മൈൻഡേ ചെയ്യണ്ട. നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത് അത് വെച്ച് നമുക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്? എക്സ് പ്ലസ് ഹോൾ സ്ക്വയർ അല്ലെ? ഈ ഇക്വേഷൻ ആണ് പഠിച്ചത്. അപ്പൊ ഇതനുസരിച്ച് നമുക്ക് തന്നെ എഴുതാം 5 ആണ് അല്ലെ? അപ്പൊ 5 പ്ലസ് അരാന്ന് എഴുതാം അല്ലെ? അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇതിനെ നമുക്ക് 5 പ്ലസ് 1/2 കണ്ടാ, ഇതിനെ മാറ്റി എഴുതി ഹോൾ സ്ക്വയർ കിട്ടു. ഇതിലിപ്പോ എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടും ഇല്ല. സീക്വൽ ടു ഇവിടെ നോക്കിയാൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ സ്ക്വയർ അല്ലെ? നമുക്ക് ചെയ്ത് നമുക്ക് എളുപ്പമായി തുടങ്ങി. ഇതിന്റെ സ്ക്വയർ. അപ്പൊ 5. അപ്പൊ ഞാൻ പറഞ്ഞല്ലേ, ഇക്വേഷൻ ആദ്യം എഴുതണം, എന്നിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. നമ്മുടെ സമയം പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഇക്വേഷൻ ഒഴിവാക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ 5ന്റെ സ്ക്വയർ, ആദ്യം ഇതിന്റെ സ്ക്വയർ. അപ്പൊ 5 സ്ക്വയർ കണ്ടാ പ്ലസ് 2 ഇൻറ്റു എക്സ് വൈ, 5 ഇൻറ്റു ഹാഫ്. 5 ഇൻറ്റു ഹാഫ്. അവിടെ ഫ്രാക്ഷനാ വേറെ എന്തോ ആയിക്കോട്ടെ, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. പ്ലസ് ഇതിന്റെ സ്ക്വയർ അല്ലേ? വൈ സ്ക്വയർ. അപ്പൊ ഇവിടെ 1/2. അപ്പൊ 1/2ന്റെ ഹോൾ സ്ക്വയർ സീക്വൽ ടു 5ന്റെ സ്ക്വയർ നമുക്കറിയാലോ 25 പ്ലസ് 2 ഇൻറ്റു 5 ഇൻറ്റു ഹാഫ്. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് മുകളിലൊരു 2 ഉണ്ട്, അടിയിലൊരു 2 ഉണ്ട് അല്ലേ? 2നെ വെട്ടിക്കളയാലോ അല്ലേ? അപ്പൊ നമുക്ക് ഇതും ഇതങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് പോയി.
അപ്പോൾ ആ പ്രശ്നം എടുത്ത് തീർന്ന അവിടെ വെച്ചിട്ട് ഇനി ബാക്കി ഇവിടെ ആരാ ഉള്ളത് 5 × 1 5 കേട്ടാ. അപ്പോൾ ആ പ്രശ്നം ഉണ്ടാക്കുന്ന ആളങ്ങോട്ട് പോയി. ഇനി നോക്കിയേ 1/2 ഹോൾ സ്ക്വയർ ഒന്നിന്റെ അപ്പം ഇതിന്റെ സ്ക്വയർ ആണ്, പിന്നെ ഇതിന്റെ സ്ക്വയർ ആണ് അല്ലേ. ഒന്നിന്റെ സ്ക്വയർ എത്രയാണ് 1/2 സ്ക്വയർ എത്രയാണ് 4. അപ്പൊ നമുക്ക് എന്ത് കിട്ടി 25 + 5 25 + 5 എത്രയാണ് 30 30 + 1/4 അതായത് 31/4 കേട്ടോ. അപ്പൊ ഏത് ഫ്രാക്ഷൻ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ നമ്മൾ പഠിച്ച കാര്യം ഉപയോഗിച്ച് നമുക്ക് വേണ്ടി ചെയ്യാം. അപ്പൊ ആദ്യം പേടി മനസ്സിൽ നിന്ന് പലരും ഇപ്പോഴും കമന്റ്സിലൊക്കെ പറയും എനിക്ക് ഭയങ്കര പേടിയാണ് മാത്സിനെ പേടിയില്ല അല്ലേ. മാത്സിനെ പേടിക്കൊന്നും വേണ്ട. അത് ബുദ്ധിമുട്ട് തോന്നുന്നവർ എഴുതി തന്നെ പഠിക്കാം. ഒരെണ്ണം ചെയ്തില്ല നോക്കി ഇങ്ങനെ നമ്മുടെ നോട്ട്ബുക്കിൽ നോക്കി പഠിക്കലല്ല. അവരെന്ത് ചെയ്യുക, അവര് നോട്ട്ബുക്കൊക്കെ മടക്കി വെച്ചിട്ട് ആദ്യം എങ്ങനെ ചെയ്യേണ്ട രീതി നോക്കി പഠിക്കുക. അതിനുശേഷം ഓരോ ചോദ്യങ്ങൾ എടുത്തിട്ട് അവനാൻ തന്നെ സ്വയം എഴുതി അങ്ങോട്ട് പഠിക്കുക. ഒന്ന് സ്ലൈറ്റ് എടുത്ത് ചെയ്യുക, അതിനൊന്നും ഒരു നാണക്കേടില്ല അല്ലേ. അല്ലെങ്കിൽ പഴയ റഫ് ബുക്ക് എടുത്ത് അങ്ങോട്ട് എഴുതിയിട്ട് അങ്ങോട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓർമ്മ. അല്ലെങ്കിൽ എക്സാമിനൊക്കെ ആകുമ്പോൾ പലരും കമന്റ്സിൽ വന്നിരുന്നു എക്സാമിന് ഇപ്പം അറിയാൻ പറ്റും, എക്സാമിന് ഞാൻ മറന്നു പോകുന്നു എന്നൊക്കെ. അപ്പൊ അങ്ങനെ എഴുതി പഠിച്ച ഒരിക്കലും അത് മറക്കില്ല. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കിയേ. നമ്മുടെ എത്രാമത്താണ് 5ാമത്തെ അല്ലേ. 5ാമത്തെ ചോദ്യം. ഇത് നമ്മൾ ഈ 4അല്ല, അതിൽ 1ാമത്തെ ചോദ്യത്തിലാണ് അല്ലേ. അപ്പൊ നമുക്ക് ഇതാണ്. ഓക്കെ. ഇനി നമ്മുടെ 5ാമത് പറഞ്ഞിട്ടുള്ള എന്താണ് 10½ അല്ലേ 10. ഇതിന്റെ സ്ക്വയർ കാണും. എങ്ങനെ കാണും? നമ്മൾ ഇതേപോലെ തന്നെ ഒരു പേടി പേടിക്കണ്ട. 10 ഇതിന് നമുക്ക് 10 എഴുതി, 10ക്ക് 10 + ½ എന്ന് എഴുതി. അത് എഴുതാലോ, എഴുതാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, അതിന്റെ സ്ക്വയർ അല്ലേ. ഓക്കെ. അത് സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം. അപ്പൊ അടുത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇക്വേഷൻ മറക്കരുത്, ഇക്വേഷൻ എഴുതാം. അതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാം, ആദ്യം ഇതിന്റെ സ്ക്വയർ x². അപ്പൊ നമുക്ക് 10² പ്ലസ് 2 × x × y. അപ്പൊ 2 × 10 × ½ 2 × 10 × ½ ക്ലിയർ ആയില്ലേ. പ്ലസ് പിന്നെ ഇതിന്റെ സ്ക്വയർ y സ്ക്വയർ 1/2 സ്ക്വയർ. അപ്പൊ നമ്മൾ ഇവിടെ ഫ്രാക്ഷൻ വരുമ്പോൾ രണ്ടിനും വേണം സ്ക്വയർ അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ബ്രാക്കറ്റ് ഇടുന്നത്, മനസ്സിലായില്ലേ. അല്ലെങ്കിൽ ഒറ്റ നമ്മൾ സാധാരണ സംഖ്യ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ബ്രാക്കറ്റ് ഇടണ്ട. ഇവിടെ ഫ്രാക്ഷൻ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ബ്രാക്കറ്റ് ഇടുന്നത്. ഓക്കെ. ഇനി നോക്കിയാൽ 10ന്റെ സ്ക്വയർ എത്രയാണ് 100, നമുക്കറിയാം 100 പ്ലസ് 2 × 10 × ½ 2 അടിയിലുണ്ട് 2 മുകളിലുണ്ട്, ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എത്ര വന്നു 10 × 1 10 പ്ലസ് 1/2 ഹോൾ സ്ക്വയർ. അപ്പൊ ആദ്യം ഇതിന്റെ സ്ക്വയർ കാണാം, പിന്നെ അടിയിലത്തെ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ 1/2 സ്ക്വയർ 4, 1ന്റെ സ്ക്വയർ 1. അപ്പൊ നമുക്ക് എത്ര ഉത്തരം കിട്ടി നോക്കിയാൽ = 100 + 10 110 പ്ലസ് 1/4 അതായത് 1/4. ഇനി നമുക്ക് അടുത്ത ചെയ്ത് നോക്കാം. അപ്പൊ അടുത്തെന്താണ് 25½ അല്ലെ 25½ അതിന്റെ ഹോൾ സ്ക്വയർ കാണും, സ്ക്വയർ കാണും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ 25 + ½ അല്ലെ 25 + ½ ഹോൾ സ്ക്വയർ എന്ന് എഴുതി = ഈ പെട്ടെന്ന് ചെയ്യാലോ. ആദ്യ ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എഴുതിയതിനു ശേഷം ആദ്യം ഇതിന്റെ സ്ക്വയർ അപ്പൊ 25² പ്ലസ് 2 × x × y. ഇതാണ് x, ഇതാണ് y. അപ്പൊ 25 × 1½ അല്ലെ. അപ്പൊ അത് ചെയ്തു. പ്ലസ് പിന്നെന്താണ് ഇതിന്റെ സ്ക്വയർ 1/2 ഹോൾ സ്ക്വയർ ഇടാൻ കാരണം മനസ്സിലായില്ലേ. ഓക്കെ. എന്ത് തോന്നുന്നു നമുക്ക് 25ന്റെ സ്ക്വയർ അല്ലെ. അപ്പൊ 25ന്റെ സ്ക്വയർ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നോക്കിയേ, നമ്മളെ ഇതിൽ രണ്ടാമത്തെ ചോദ്യം 25 വരുന്നു അല്ലെ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് അറിയാം എത്രയാണ് 25ന്റെ സ്ക്വയർ 625. അപ്പൊ 625 എഴുതി. അപ്പൊ അത് ഓർമ്മയില്ലാത്തവർ എന്ത് ചെയ്യണം, 25ന്റെ സ്ക്വയർ നമ്മൾ ഇതേപോലെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. 20 + 5 സ്ക്വയർ വെച്ചിട്ട് 20² പ്ലസ് 2 × 20 × 5 പ്ലസ് 5 സ്ക്വയർ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 625 കിട്ടും. മനസ്സിലായില്ലേ. നമ്മിപ്പോൾ ചെയ്ത രൂപത്തിൽ തന്നെ ഒരു സൈഡിൽ 25ന്റെ സ്ക്വയർ 20 + 5 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും അല്ലെ. ഇനി പ്ലസ് 2 × 25 × ½ ഇതൊക്കെ അടിയിൽ മുകളിലെ 2 വെട്ടിക്കളഞ്ഞു. ബാക്കി എന്താ ഉള്ളത് 25 പ്ലസ് ഇവിടെ ഫ്രാക്ഷൻ അല്ലേ. അപ്പൊ മുകളിലത്തെ സ്ക്വയർ 1, 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4. അപ്പൊ എന്തുകൊണ്ടെന്ന് നോക്കിയേ 625 225 650 പിന്നെ ഒരു 1/4. അപ്പൊ ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായി കരുതുന്നു. ഇനി അതിൽ കുറച്ച് ബാക്കി ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ എല്ലാവരും ഇത് എഴുതി സംശയമുള്ളവരൊക്കെ എഴുതി തന്നെ പഠിക്കാം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.